ഹലോ ഗൈസ്. ഇപ്പോൾ ഞാനിന്ന് നിങ്ങളോടൊരു കാര്യം പറയാനാണ് വന്നത്. എനിക്കിത് ആരടുത്ത് പറയണം എന്നൊന്നും എനിക്കറിയത്തില്ല. സംഭവം എന്തോ എനിക്ക് ഇതിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്നെനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഈയിടെ ആയിട്ട് എന്ന് വെച്ചാൽ ഒരാഴ്ചയോളം ആയി കാണണം. ഒരാഴ്ച ആയിട്ടില്ല കറക്റ്റ് പറഞ്ഞാൽ. കഴിഞ്ഞ ആഴ്ച എന്ന് പറഞ്ഞാൽ ഈ കഴിയുന്ന ആഴ്ച, ഇന്നിപ്പോൾ സൺഡേ ആണ് കേട്ടോ. അപ്പം കഴിഞ്ഞ ബുധനാഴ്ച എങ്ങാണ്ടായിരുന്നു ഞാൻ ഈ ഒരു സ്വപ്നം കാണുന്നത്. സംഭവം ഈ സ്വപ്നം കാണുന്നതിൻ്റെ തുടർച്ച നമ്മളിപ്പം എവിടെ വെച്ചാണോ കണ്ട് നിർത്തി നമ്മൾ പെട്ടെന്ന് എണീക്കത്തില്ലേ, അത് കണ്ട് നിർത്തി എവിടെയാണോ അവിടെ നിന്ന് തൊട്ടുള്ളത് ബാക്കി ഞാൻ പിറ്റേ ദിവസം കാണുന്നുണ്ട്. ഒരു സ്വപ്നം രാത്രി ഞാൻ പിറ്റേ ദിവസം കാണുന്നുണ്ട്. അന്ന് അത് ഞാൻ പിന്നെ എണീച്ച് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ അത് കാണുന്നുണ്ട്. സംഭവം എനിക്കെന്തോ ഒരു വല്ലാത്തൊരു ഫീല് തോന്നി. ഞാനത് എനിക്കറിയാവുന്നവരടുത്തൊക്കെ ഇപ്പം പറഞ്ഞു നോക്കി, പക്ഷെ ആർക്കും അത് വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. എനിക്കെന്തോ ഇതൊരു വീഡിയോ ഇട്ട് ചെയ്യണം എന്ന് തോന്നി. സംഭവം ഇപ്പം എന്താണ് എനിക്ക് നടക്കുന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ഞാനിപ്പോൾ അതെന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് ഇപ്പം അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ തന്നെ അതിപ്പോൾ എൻ്റെ അടുത്തൊന്നും പറയേണ്ട കാര്യം എന്താണെന്നും എനിക്കറിയത്തില്ല. അത് ആ ഒരു സംഭവത്തിന് ശേഷം ഉള്ള കുറച്ച് കാര്യങ്ങൾ അത് എങ്ങനെയാണ് എനിക്ക് നിങ്ങളടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല. സംഭവം ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് ഇടയ്ക്ക് ഇങ്ങനത്തെ സ്വഭാവമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സ്വപ്നം കാണത്തില്ലേ, അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സ്റ്റോറി ആണെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് അത് എഴുതി വയ്ക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ മറന്നു പോകുമെന്ന് വിചാരിച്ച് ഞാൻ എഴുതി വയ്ക്കാറുണ്ട്. അങ്ങനെ ഞാൻ ഒരു ദിവസം എഴുതി വെച്ചു. പുതിയ കണ്ടന്റ് കിട്ടി എഴുതാനായിട്ട് എന്ന് പറഞ്ഞ് ഞാനതൊന്ന് എഴുതി വെച്ചു. പിന്നെ ഞാനത് കണ്ടത് വരെയുള്ള എഴുതിച്ചിട്ട് പിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യാനുണ്ടായിരുന്നത്. അതിനുശേഷം പിറ്റേ ദിവസം കണ്ടപ്പോഴത്തേക്ക് എനിക്കെന്തോ ഒന്ന് പേടിയായി. കാരണം ഞാനിത് കണ്ടത് പിന്നെ അതിന് ബാക്കിയായിട്ട് പാർട്ട് കാണുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്കെന്തോ ഒരുമാതിരി തോന്നി. അതെന്താണ് അങ്ങനെ? അല്ലെങ്കിൽ തന്നെ നമ്മൾ നോർമലി ഒരാളൊരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് അന്ന് മാത്രമേ കാണാറുള്ളൂ. പിറ്റേ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവും ഒന്നും കാണുന്നത് അത്ര ഉള്ള കാര്യമല്ലല്ലോ. പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി പോലും ഞാൻ കണ്ട കാര്യമാണ്. എന്ന് വെച്ചാൽ ഇന്നലെ രാത്രി പോലും ഞാൻ ഈ സ്വപ്നം കണ്ടു എന്നുള്ളതാണ്. അതിൻ്റെ ബാക്കി പാർട്ടായിട്ട് ഓരോ പാർട്ടായിട്ടാണ് എനിക്ക് ആ സ്വപ്നത്തിൽ വരുന്നത്. സംഭവം എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ എന്താ പറയുക, സംഭവം എനിക്ക് പേടിയായി തുടങ്ങിയിട്ടുണ്ട്. എനിക്കിതിപ്പം പറയണമെന്ന് എനിക്കെന്തോ നിങ്ങളടുത്ത് പറയാൻ തോന്നി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. പിന്നെ വീട്ടിൽ പറയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, വീട്ടിൽ പറഞ്ഞാൽ ബാധയുടെ ഭൂതം എന്നൊക്കെ പറഞ്ഞ് ഇനി അവർ വേറെ എന്തെങ്കിലുമൊക്കെ വിചാരിക്കും, എല്ലാവരും ടെൻഷൻ ആക്കണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ പിന്നെ ഒന്നും മിണ്ടായിരുന്നത്. സംഭവം എനിക്കിത് ആരുടെ ഇങ്ങനെ പറയണമെന്ന് പോലും എനിക്കറിയത്തില്ല. അങ്ങനെ ഇപ്പം തുടർച്ചയായിട്ട് ആ ഒരു കണ്ടൻറ്റ് ബാക്കിയായിട്ടാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംഭവം സ്റ്റോറി എന്താണെന്ന് എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ട്. സംഭവം അതെങ്ങനെയാണ് ഞാൻ ഇപ്പോൾ പറയണേ? സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളും ഡാർക്കായിട്ട് ഒരു ഇരുട്ടുള്ള മുറി. എന്ന് വെച്ചാൽ നമ്മളിപ്പം ഒറ്റയ്ക്കൊരു എന്താ പറയുക, ഇപ്പം ഒരു റൂം, ഇതുപോലൊരു റൂം, അതിൽ അത് ആ റൂം എവിടെയാണ്, ആ വീട് എവിടെയാണ്, അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കില്ല. എനിക്കറിയത്തില്ല. ഞാൻ അവിടെ ഇരിക്കുന്നു, ഇയാളുടെ സ്റ്റോറി, ഇയാൾ എന്താ പറയുന്നത് അത് ഞാൻ കേൾക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അത്ര മാത്രമേ എനിക്കറിയാവുള്ളൂ. പുറത്ത് എന്താ നടക്കുന്ന ഒരു ശബ്ദമോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഇയാളുടെ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാനായിട്ട് ഞാൻ ആളെ കണ്ടിട്ടൊന്നുമില്ല. സൗണ്ട് വെച്ചാണ് എനിക്ക് മനസ്സിലായത്. ഒരു ആണിൻ്റെ ശബ്ദമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അത് എക്സ്പ്രഷൻ ആണായിരിക്കണമല്ലോ. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ
എനിക്ക് പിന്നെ സ്റ്റോറി എന്താണെന്ന് ഉള്ളതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ എഴുതി വെച്ചത് കൊണ്ടായിരിക്കുമോ ഞാൻ അങ്ങനെ കണ്ടത് എന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ ഇന്നലെ വിചാരിച്ചു പിന്നെ ഞാനത് ഒരു സ്റ്റോറി ആക്കാം എന്നുള്ള മൈൻഡിലൊക്കെ പോയി. പക്ഷേ സംഭവം നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ കണ്ടത് അതിൻ്റെ ബാക്കി എനിക്ക് അത് ഒരുപാട് എന്ന് വെച്ചാൽ ഞാനത് റിയലായിട്ട് അനുഭവിക്കുന്നത് പോലെ എനിക്ക് തോന്നി. കാരണം ഇപ്പം അതിൽ ഞാൻ സംഭവം പറഞ്ഞുതരാം. അപ്പോൾ ഞാനൊരു റൂമിലിരിക്കുന്നുണ്ട് ചെയറിൽ. ഇപ്പം നമ്മൾ എന്താ പറയുക മറ്റേ ഈ ചെയർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ചെയർ ഈ പണ്ടത്തെ കാലത്തുണ്ടാകുന്ന ഇരുമ്പിലുണ്ടാക്കുന്നൊരു ചെയറല്ല, ഇങ്ങനെ മടക്കി വെക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് ചെയറാണ്. പിന്നെ നടുക്ക് കുറച്ച് ഗ്യാപ്പുണ്ട്. അതിൻ്റെ കുറച്ചപ്പുറത്തൊരു ചെയറുണ്ട്. അതിൽ ഒരു വൈറ്റ് കളർ സംഭവമാണ് ഞാൻ കണ്ടത്. അങ്ങനത്തൊരു രൂപം അത് വന്നിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അയാളുടെ എന്തോ ഒരു ഡാർക്കായിട്ടുള്ള സ്റ്റോറിയാണ് പറയുന്നത്. മുഴുവനായിട്ട് എനിക്ക് സംഭവം എന്താണെന്ന് വെച്ചാൽ ക്ലിയർ ആയിട്ട് അറിയത്തില്ല. ഞാൻ കണ്ട കുറച്ച് പാർട്ട് ഞാൻ എഴുതി വെച്ചിരുന്നു. പിറ്റേ ദിവസം അതുപോലെ കണ്ടു. ഇത് കുറച്ചിട്ട് ഞാൻ കാണുന്നുള്ളൂ. കാരണം എനിക്കിത് അയാളെന്താ പറയുന്ന കുറച്ച് ഡാർക്കായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ഉറപ്പായിട്ട് ഷോക്കാവുമല്ലോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് എണീക്കാറാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്ന് മറക്കും. പിന്നെ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിട്ട് കിടക്കാൻ അങ്ങനെ പ്രാർത്ഥിച്ചൊക്കെയാണ് കിടക്കാറ്. അപ്പോഴത്തേക്ക് പിന്നെ പ്രശ്നമില്ല. പിന്നെ വീണ്ടും അടുത്ത ദിവസം രാത്രി കാണും. അപ്പോൾ എനിക്കിതിപ്പോൾ എന്താണ് നടക്കുന്നതെന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാനത് പിന്നെ മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിങ്ങനെ എഴുതി വെച്ചതിന് ശേഷമുള്ള രാത്രിയിൽ ഞാൻ എഴുതിയതിനെ പറ്റി എന്തോ സംസാരിച്ചായിരുന്നു. ക്ലാരിറ്റി ഇല്ല അതിനെപ്പറ്റി. നേരെ അത് എഴുതിയതിനെ പറ്റിയൊക്കെ സംസാരിച്ചു. അപ്പം എനിക്ക് തോന്നുന്നു അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിനെ പറ്റി സംസാരിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. നമുക്കത് കണ്ടു തന്നെ അറിയാം. ഓക്കെ ഗൈസ്, നാളെ അടുത്ത പാർട്ടായിട്ട് വരാം.